കടുത്ത പ്രതിഷേധത്തിൽ നാട്ടുകാർ തെരുവിലേക്ക് ഇറങ്ങുകയാണ്. ദൗത്യം 4ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. ഉച്ച കഴിഞ്ഞു. അങ്ങനെ ഇന്നത്തെ ദൗത്യവും അനിശ്ചിതത്തിലാകുമോ എന്ന ചിന്തകൾ വന്നു തുടങ്ങിയിരിക്കുന്നു. ആളുകളൊക്കെ തന്നെ പല വഴിക്കുള്ള പരിഭ്രാന്തിയിലാണ്. അവരെയൊക്കെ തന്നെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ടുള്ള ഒരു നിലപാടിലേക്ക് പോകാൻ കഴിയുന്നില്ല എന്ന സംശയം കൂടി വർദ്ധിക്കുകയാണ്. രാഹുൽ കെ വി മണ്ണുണ്ടി പ്രദേശത്ത് നിന്നുണ്ട്. രാഹുൽ, ഇന്ന് ഒരു ഉത്തരമുണ്ടാകുമോ മഖനയുടെ കാര്യത്തിൽ? എന്താണ് അനിശ്ചിതത്വം? ഏതെങ്കിലും രീതിയിലൊരു പോസിറ്റീവ് വശം ആനയുടെ ഭാഗത്തുനിന്നും പ്രതീക്ഷിക്കുന്നുണ്ടോ വനം വകുപ്പ്? കാരണം ഈ ദൗത്യം 4 ദിവസം പിന്നിട്ട് അതിൻ്റെ ഒരു നേരം കഴിയാൻ പോവുകയാണ്. രാഹുൽ, എന്താണ് വനം വകുപ്പുമായി ബന്ധപ്പെട്ട് ഈ RRT സംഘവുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത്? പ്രതീക്ഷ, നിലവിൽ 3 കുങ്കിയാനകളെ മണ്ണുണ്ടി വനത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. അതായത് വനം വകുപ്പ് പറയുന്നത് പ്രകാരം ആനയുടെ സിഗ്നൽ തുടർച്ചയായി കിട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ ആനയെ സ്പോട്ട് ചെയ്ത പ്രദേശത്തേക്ക് 3 കുങ്കിയാനകളെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നതാണ്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് പ്രകാരം രാവിലെ ആദ്യം ആനയുടെ സിഗ്നൽ കിട്ടുന്നത് ഇരുമ്പു പാലത്താണ്. അതായത് ഇന്നലെ വൈകിട്ട് അവസാനമായി സിഗ്നൽ ലഭിച്ചത് മണ്ണുണ്ടി കോളനി പരിസരത്ത് നിന്നാണ്. പക്ഷേ വനത്തിലൂടെ ആന സഞ്ചരിച്ച് ഇരുമ്പു പാലത്തേക്ക് പോയി. അതിനുശേഷം ആന ഇപ്പോൾ മണ്ണുണ്ടിയിലേക്ക് തന്നെ തിരികെ വന്നിരിക്കുകയാണ്. അതായത് കോളനിയുടെ ഭാഗത്തല്ല, അതിന് നേരെ എതിർദിശയിലുള്ള വനത്തിലാണ്, ജനവാസ മേഖലയിലുള്ള വനത്തിലാണ്. ഈ നമ്മളിപ്പോൾ കാണുന്ന ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഇവിടെ നിന്ന് ഏകദേശം 500 മീറ്റർ അകലെയായി ആനയുണ്ട്. അതിൻ്റെ ഉദ്യോഗസ്ഥർ നിൽക്കുന്നതിൻ്റെ 100 മീറ്റർ പരിധിയിൽ ആനയുടെ സിഗ്നലൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏതായാലും 3 കുങ്കിയാനകളെ കൂടി ഇങ്ങോട്ടേക്കായി എത്തിച്ചിട്ടുള്ളത്. പറഞ്ഞതുപോലെ മിഷൻ 4ാം ദിവസമാണ്. വലിയ പ്രതിസന്ധി വനം വകുപ്പും നേരിടുന്നുണ്ട്. ജനങ്ങളുടെ ആശങ്ക ഓരോ നിമിഷവും എന്ന വണ്ണം വർദ്ധിച്ചും വരികയാണ്. ഈ ഭൂമിശാസ്ത്രപരമായ പ്രശ്നങ്ങൾ, അതുപോലെ അടിക്കാട് വളരെ ഉയരത്തിൽ വളർന്നു നിൽക്കുന്നു എന്നതൊക്കെ ആനയെ മയക്കുവെടി വെക്കുന്നതിന് വലിയ വെല്ലുവിളിയായി മാറുന്നു എന്നാണ് ഉദ്യോഗസ്ഥരുടെ പക്ഷം. അത് CCF ഇന്നലെ കൃത്യമായി വിശദീകരിക്കുകയും ചെയ്തിരുന്നു. എന്നാലും മേഖലയിൽ രാത്രിയിൽ ഉൾപ്പെടെ വനംവകുപ്പിൻ്റെ പെട്രോളിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാട്ടുകാരാണ് നമ്മോടൊപ്പം ചേരുന്നത്. ദൗത്യം ഈ വിധത്തിൽ പോകുന്നതിൽ വലിയ പ്രതിഷേധ അമർഷമുണ്ട്. കുറച്ചു നേരം മുമ്പ് അത് നമ്മളോട് തന്നെ നേരിട്ട് പ്രതിഷേധം അവർ അറിയിക്കുകയും ചെയ്തിരുന്നു. കുങ്കിയാനയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നിലവിൽ നിങ്ങൾക്ക് എന്താ പറയാൻ? രാവിലെ ആന ഇരുമ്പുപാല സൈഡിലേക്ക് പോയി എന്നുള്ള റിപ്പോർട്ട് രാവിലെ 7 മണിയാകുമ്പോൾ തന്നെ നമ്മൾ വീടുകളിലെല്ലാം അറിഞ്ഞു. മൈക്ക് അനൗൺസ്മെൻ്റൊക്കെ ചെയ്തു. കുങ്കിയാന എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഏതാണ്ട് നടന്ന് വരുവാണെങ്കിൽ ഒരു 4-5 കിലോമീറ്റർ ദൂരമുണ്ട്. ആ 4-5 കിലോമീറ്റർ ദൂരം എന്ന് പറഞ്ഞാൽ ആ കുങ്കിയാന നടന്ന് ഇരുമ്പുപാലം മണ്ണുണ്ടി കോളനിയിൽ എത്തിയിട്ടേ ഉള്ളൂ. ഇനി ഇവിടുന്ന് 1 കിലോമീറ്ററും കൂടി ആന സഞ്ചരിച്ചാൽ മാത്രമേ ഇരുമ്പുപാലം കോളനിയിൽ ഈ ആനയുള്ള സ്ഥലത്തേക്ക് കേസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ സമയം 2 മണി കഴിഞ്ഞു. ഒരു 1.5 മണിക്കൂറിനുള്ളിൽ ഇതിനെ കേസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്നത്തെ പരിപാടി നടക്കില്ല. കുങ്കിയാന കൊണ്ടുവന്ന് ഇപ്പോൾ റെസ്റ്റിലാണ്. അത് വെള്ളമൊക്കെ കുടിച്ച് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇനി ഇവിടുന്ന് യാത്രയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് രോക്ഷമായ രാവിലെ തന്നെ പറഞ്ഞ കുങ്കിയാന കൂടെയുണ്ട്, ഞങ്ങൾ അതിനെ ഇപ്പോൾ വെടിവെക്കും എന്നുള്ള ആ ഒരു റിപ്പോർട്ട് പ്രകാരമാണ് ഈ ഫോറസ്റ്റുകാരുടെ റിപ്പോർട്ട് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ നിന്ന് ഇരുമ്പുപാലത്ത് ഇപ്പോൾ ഇവിടെ മണ്ണുണ്ടി ആനയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ മണ്ണുണ്ടി ആന വീണ്ടും ഇരുമ്പുപാലത്തേക്ക് പോയി. അപ്പം ബാവലി ഉള്ള ആന രാവിലെ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് അവർക്ക് ആ വാഹനത്തിൽ ആനേനെ ഇരുമ്പുപാലത്ത് കുങ്കിയാനകളെ വാഹനത്തിൽ കൊണ്ടുവന്ന് ഈ ആനേനെ ഒരു 10-11 മണിയാകുമ്പോഴത്തേനും ആനേനെ നമുക്ക് എന്താക്കാമായിരുന്നു, മയക്കുവെടി വെച്ച് ആനയെ പിടിക്കാമായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഒരു 3 ദിവസമായിട്ട് ഇരുമ്പുപാലം 2ാം ഗേറ്റ് മണ്ണുണ്ടി കോളനികളിലാണ് ഈ ആന ഉള്ളത്. അപ്പോൾ 1.5 കിലോമീറ്ററേ ഉള്ളൂ ഈ ദൂരം. അതായത് പറയുന്നതിലൊന്നും നിങ്ങൾക്ക് അത്ര വിശ്വാസമില്ല. ഫോറസ്റ്റുകാർ പറയുന്നതിൽ നമുക്ക് ഒരു വിശ്വാസമില്ല. ഞങ്ങൾ മെനഞ്ഞാന്ന് ഞങ്ങൾ ഇവിടെ ഭയങ്കരമായ പ്രക്ഷോഭം ഉണ്ടാക്കി. ആ പ്രക്ഷോഭം തന്നെയാണ് ഇന്ന് ഞങ്ങൾ വൈകുന്നേരം ഇവരെ അടക്കം, അത് ഉദ്യോഗസ്ഥരെ അടക്കം തടഞ്ഞുകൊണ്ട് ഞങ്ങൾ പ്രതിഷേധിക്കും. നമുക്ക് ഇവിടുത്തെ ജനങ്ങൾക്ക് രാത്രിയോ പകലോ നോക്കേണ്ട ആവശ്യമില്ല. അവരുടെ ജീവിതം സുരക്ഷിതം ആകണം. നമ്മൾ രാത്രിയിൽ കടന്നുറങ്ങാൻ നമുക്കൊരു 3-4 ദിവസമായിട്ട് പുറത്തിറങ്ങാൻ വേറെ പേടിയാണ്. അതുപോലെ പെട്ടെന്ന് ഒരാൾക്ക് സുഖമില്ല എന്ന് പറഞ്ഞാൽ ആന ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ വാഹനങ്ങളുണ്ട്. വാഹനം കാട്ടിൽ നിന്ന് വന്ന് പോകുന്ന വഴിക്ക് കാട്ടിയോ ഇതിനിടയ്ക്ക് 2 ദിവസം മുമ്പ് ഒരു ആന കാട്ടി ഒരു വണ്ടി തട്ടി. ആ വണ്ടി തട്ടിയപ്പം നമ്മൾ ഉദ്യോഗസ്ഥരോട് ചോദിക്കുമ്പോൾ അവർ ഒരു മൈൻഡും ഇല്ല, അവർക്ക് അതിന് ഉത്തരവാദിത്തമൊന്നുമില്ല. അവർക്ക് അവരുടേതായ കാര്യങ്ങൾക്ക് എന്തെങ്കിലും വന്നു കഴിയുമ്പോൾ അവർ ജനങ്ങളെ സോപ്പിട്ട് കൂടുക. അപ്പോൾ ആ ഒരു രീതികൾ ഒരിക്കലും ശരിയല്ല. അടുത്ത ആളിലേക്ക് കൂടെ പോവാണ്. ഈ എന്താ പറഞ്ഞ പോലെ തന്നെയാണോ വനം വകുപ്പ് ചെയ്യുന്ന കാര്യങ്ങളിലൊന്നും നിങ്ങൾക്ക് അത്ര വിശ്വാസമില്ലേ? അവരവരുടെ മാക്സിമം കഴിവനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെയും അവർ ഈ ഏരിയയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഇതുവരെ അതിനെ അടുത്ത് ട്രേസ് ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടില്ല. കുങ്കിയാനകളെ കൊണ്ട് നിർത്തിയിട്ടുണ്ടെങ്കിലും
പിന്നെ മോഴാനോട് അടുത്തേക്ക് കുങ്കിയാനകളെ എത്തിക്കാനും അവർക്ക് സാധിച്ചിട്ടില്ല. അതിലൂടെ നിൽക്കുന്നേ ഉള്ളൂ. ഇനി ആനയുള്ള പ്രദേശത്തേക്ക് എത്തണമെങ്കിൽ ഇനിയും കുറേ കിലോമീറ്ററോളം സഞ്ചരിക്കേണ്ടതുണ്ട്. കാരണം സിഗ്നലുകളൊക്കെ വളരെ കറക്റ്റ് ആണെങ്കിലും 20 മിനിറ്റ് വ്യത്യാസത്തിലാണ് സിഗ്നൽ കിട്ടുന്നത്. ഇപ്പോൾ ഏകദേശം അവർ തിരിച്ച് ഇരുമ്പോളം ഭാഗത്തേക്ക് പോയിട്ടുണ്ടെന്നാണ് അവരുടെ അടുത്ത് നമുക്ക് അറിയാൻ സാധിച്ചത്. നിലവിൽ പറയുന്നത് ആന മണ്ണുണ്ടിയിൽ തന്നെ ഇവരുടെ ഒരു സർവൈലൻസിലുണ്ട് എന്നാണല്ലോ. അവിടെ സർവൈലൻസിലുണ്ടെങ്കിലും നമുക്ക് ഈ മണ്ണുണ്ടിയിൽ നിന്നും പിന്നെ അങ്ങ് മാറി ഇരുമ്പാലം ഭാഗത്തേക്ക് പോയി എന്നാണ് ഇപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വനപാലകരുടെ അടുത്ത് നിന്നും അറിയാൻ സാധിച്ചത്. കാരണം അത് മൂവ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇവർക്കും ട്രേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. കാരണം ഈ ഒരു ചൂടിൻ്റെ നമുക്ക് അവരെയും അങ്ങനെ തീരെ കുറ്റം പറയാൻ പറ്റില്ല. ഈ ചൂടിൻ്റെ സമയത്തും അത് വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്. കാരണം ഈ കാടുകളെങ്കിൽ നിൽക്കാം, കൊങ്ങണി കാടുകളാണ്, അതിലൂടെ സഞ്ചരിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് അവർക്കുണ്ട്. പക്ഷേ ഇന്ന് ഈ ദൗത്യം വിജയിച്ചില്ലെങ്കിൽ വളരെ പ്രക്ഷോഭത്തിലേക്ക് പോകണമെന്നാണ് ഞങ്ങൾ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് പറയാനുള്ളത്. 4-ാം ദിവസവും ഒന്നും പുരോഗതി ഇല്ലെങ്കിൽ. അതെ. കാരണം ഇന്നിപ്പോൾ ഇവിടെ പിന്നെ 144 പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളടക്കം അവർ സ്കൂളിൽ പോയിട്ടും ദിവസങ്ങളായി. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഈ നാട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വളരെ വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത്. രാത്രി ഇപ്പോൾ പെട്രോളിംഗ് ഒക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ടല്ലോ. പെട്രോളിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ആൾക്കാരല്ല പെട്രോളിങ്ങിന് വരുന്നത്. നമുക്ക് ഇന്നലത്തെ ഈ പെട്രോളിങ്ങിൻ്റെ ഇത് കണ്ടപ്പോൾ നമുക്ക് തന്നെ ഒരു വിഷമം തോന്നി. അവർക്ക് ഒരു 2-3 പടക്കം പെട്രോളിങ്ങിന് വിട്ട് ആ കാവക്കാരുടെ അടുത്തുള്ള 2-3 പടക്കം. അവർക്ക് ഭക്ഷണമില്ല, ഒന്നുമില്ല. അവർ എവിടെയെങ്കിലും ജോലി ചെയ്തിട്ടായിരിക്കും പെട്ടെന്ന് ഇന്നടത്തേക്ക് പോകണമെന്ന് പറയുന്നത്. ആ ഒരു ഇന്നലെ പാക്കത്തുനിന്നങ്ങാണ്ട് വന്ന അവരാണെന്ന് പറഞ്ഞത്. പക്ഷെ അങ്ങനെയുള്ള കാണുമ്പോൾ നമുക്കും കൂടി ഒരു ബുദ്ധിമുട്ട്. നമുക്കാണ് ഈ രാത്രി പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സ്ഥിതിയാണ്. അപ്പോൾ അതുകൊണ്ട് ആനയെ ഇന്ന് മയക്കവെടി വെച്ചില്ലെങ്കിൽ ആനയെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടി ഉന്നതതല സർക്കാർ ഉദ്യോഗസ്ഥന്മാരും സർക്കാർ മുൻകൈ എടുത്ത് ഇപ്പോൾ 4 ദിവസമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടവ്, പിന്നെ ഇന്ന് സർക്കാർ സ്ഥാപനങ്ങൾ, ഇപ്പോൾ തിരുനെല്ലി പഞ്ചായത്തിൽ സർക്കാർ സ്ഥാപനങ്ങൾ അടവ്, പിന്നെ തൊഴിലാളികൾ പിന്നെ തൊഴിലുറപ്പ് അടവ്, മറ്റേ കാപ്പികളൊക്കെ തോട്ടങ്ങളിൽ പഴുത്ത് നിൽക്കുന്ന സമയമാണ്. അതൊരു 3-4 ദിവസം കൊണ്ട് പറിച്ചിട്ടില്ല. ഈ ഒരു 144 പ്രഖ്യാപിച്ചതുകൊണ്ട് അപ്പം ഇന്ന് ഈ എന്തായാലും എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തില്ലേ ആനയെ വെടിവെച്ച് കൊല്ലാനുള്ള ഓർഡർ നമുക്ക് ജനങ്ങൾക്കൊരു ഉറപ്പ് പറയാതെ ഞങ്ങൾ ഇന്ന് ഉദ്യോഗസ്ഥന്മാരെ ഇവിടുന്ന് വിടൂല. നാട്ടുകാരുടെ വാക്കുകളാണ് കേട്ടത്. വൈകാരികമാണ്, പ്രതിഷേധം തുളുമ്പുന്ന വാക്കുകളാണ്. കാരണം 4-ാം ദിവസത്തിലേക്ക് സ്വാഭാവികമായ പ്രതികരണമാണ്. സൂചിപ്പിച്ചതുപോലെ ക്ഷമകെട്ട മനുഷ്യരാണ്. കാരണം 4 ദിവസത്തോളം നീളുകയാണ്. രാത്രിയിലൊക്കെ ഉറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ്. ആന എങ്ങോട്ട് മൂവ് ചെയ്യുമെന്നതൊക്കെ വലിയൊരു ആശങ്കയായി നിലനിൽക്കുകയാണ്.